പെരിഞ്ഞനത്തെ സെയിൽ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച വിഷബാധയേറ്റവരുടെ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും സമാശ്വാസം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പെരിഞ്ഞനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനത്തെ പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് അധ്യക്ഷൻ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. പെരിഞ്ഞനത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഏകദേശം 200ഓളം വരുന്ന ആളുകൾ ഇന്ന് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലായി ആശുപത്രിയിലാണ്. തൃശ്ശൂർ തൊട്ട് എറണാകുളം വരെയുള്ള ആശുപത്രികളിൽ നമ്മുടെ അറിവിലുണ്ട്. ആ ദിവസം ഭക്ഷണം കഴിച്ചു പോയ വടക്കു നിന്ന് വന്നവരും ദൂരദേശത്തു നിന്ന് സഞ്ചാരത്തിൻ്റെ ഭാഗമായി ഇതിലെ കടന്നുപോയവരും ഈ ഭക്ഷണം കഴിച്ച് നിലവിൽ പല സ്ഥലത്ത് ആശുപത്രിയിലാണ്. ഏറ്റവും ഗുരുതരമായ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് പെരിഞ്ഞനത്ത് നിലനിൽക്കുന്നത് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിരന്തരമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയാതെ നിവൃത്തിയില്ല. ഒരു പഞ്ചായത്തിന് കീഴിൽ ഒരു പഞ്ചായത്ത് പ്രദേശത്ത് ഒരു ഹോട്ടൽ പ്രവർത്തിക്കുമ്പോൾ ആ ഹോട്ടലിനെ നിരീക്ഷിക്കേണ്ടതും ആ ഹോട്ടലിൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പാണ് ആ ഹോട്ടലിൻ്റെ ആരോഗ്യപരമായ ചുറ്റുപാടുകളെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തുന്നത്. ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലാണ് ഇന്ന് ആരോഗ്യവകുപ്പിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ഹോട്ടൽ അല്ലെങ്കിൽ അനുബന്ധ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും സ്കൂളുകളാണെങ്കിലും സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള PEC കമ്മിറ്റി വിളിക്കുന്നത് പോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹെൽത്ത് കമ്മിറ്റികൾ നിരന്തരമായി ഓരോ മാസവും കൂടുകയും ഈ പഞ്ചായത്തിലെ ആരോഗ്യ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ഒരു ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ പെരിഞ്ഞനത്തെ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഹോട്ടലുകളും ബേക്കറികളും ഉൾപ്പെടെയുള്ള അനുബന്ധ കച്ചവട സ്ഥാപനങ്ങൾ പരിശോധിക്കേണ്ടത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഹെൽത്ത് ഇൻസ്പെക്ടറെ കൊണ്ടും JHI-മാരെ കൊണ്ടും നിർവഹിപ്പിക്കേണ്ട ഉത്തരവാദിത്തം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൻ്റെയാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, പഞ്ചായത്ത് മെമ്പർ CP ഉല്ലാസ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KA അഫ്സൽ, ന്യൂനപക്ഷ സെൽ ജില്ലാ സെക്രട്ടറി സക്കീർ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ലിജേഷ് പള്ളായി, നസീർ പുഴങ്കരയിലത്ത, CK മജീദ്, KK കുട്ടൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES